പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം 1 യോഹന്നാൻ 4:4 നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്നും പലവിധത്തിലുള്ള ക്ലേശങ്ങൾ, പ്രശ്നങ്ങൾ, വേദനകൾ, ദുരിതങ്ങൾ, തകർച്ചകൾ നമുക്ക് ഉണ്ടായെന്ന് വരാം. അപ്പോൾ സ്വാഭാവികമായും നാം നിരാശപ്പെട്ടു പോകും. ഈ നിരാശ തരുന്നത് യഥാർത്ഥത്തിൽ സാത്താനാണ്. ഇതിനെയെല്ലാം അതിജീവിക്കുവാൻ നമ്മളുടെ ഉള്ളിൽ തന്നെ യേശു വസിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യമാണ് നമുക്ക് വേണ്ടത്. യേശുവിൽ ആശ്രയം വയ്ക്കുമ്പോൾ യേശുവിൻ്റെ സ്നേഹവും കരുണയും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തും. യേശു പറഞ്ഞിട്ടുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. കർത്താവിൻ്റെ വചനങ്ങൾ നമുക്ക് വിശ്വാസം അർപ്പിക്കാൻ കഴിയണം. നമ്മുടെ ഉള്ളിൽ യേശു വസിക്കുന്നു. നമ്മുടെ പ്രശ്നങ്ങളിൽ നാം ഒരിക്കലും തനിച്ചല്ല. യേശു നമ്മോടൊപ്പം ഉണ്ട്. നമ്മുടെ പ്രശ്നങ്ങളും വേദനകളും പ്രതിസന്ധികളും അറിയുന്നവനാണ് യേശുനാഥൻ. എബ്രായർ 4:15 തിരുവചനം പറയുന്നുണ്ട്, നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അപ്പോൾ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി നമ്മോട് സഹതപിച്ച് നമ്മെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുവാൻ യേശു നമ്മോടൊപ്പം തന്നെ വസിക്കുന്നുണ്ട്. നമ്മുടെ വേദനകളിൽ നാം ഒരിക്കലും തനിച്ചല്ല എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കണം. യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. കർത്താവിൻ്റെ വചനങ്ങളിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.